എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിരിക്കാനുള്ള അല്ലേ? ഞാനും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമുക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടാവും നമ്മുടെ സ്കിൻ ഭയങ്കര ഈ ഫിലിം സ്റ്റാർസിനെ പോലെ ഗ്ലോ ചെയ്യണം, നല്ല തിളങ്ങിയിരിക്കണം, നമ്മുടെ ഫോർഹെഡ്, നമ്മുടെ ചിന്ന എവിടെ ആയിക്കോട്ടെ, ഫേസിൻ്റെ എല്ലായിടും നല്ല ഗ്ലോയി ആയിട്ടിരിക്കണം നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ? സോ ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു 10 days ചാലഞ്ചാണ്. ഞാൻ ഇന്ന് നിങ്ങളെ ഒരു പാക്ക് പരിചയപ്പെടുത്തി തരാം. ആസ് യൂഷ്വൽ എൻ്റെ എല്ലാ പാക്കും പോലെ ഹോം റെമഡിയാണ്. സോ അത് ഒരു 10 days ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഗ്ലോയി സ്കിൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും തോന്നുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ പാക്ക് എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് കടലമാവ് എടുക്കുക. കടലമാവ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നിങ്ങൾക്കിപ്പം ഇത് ഞാൻ 2 days ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിലും ഒരു ദിവസം യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. സോ നിങ്ങൾക്ക് എന്തുമാത്രം ക്വാണ്ടിറ്റി ആണോ വേണ്ടത്, ഞാൻ ഇന്ന അളവിൽ എടുക്കണം എന്നൊന്നും പറയണില്ല. ബിക്കോസ് നിങ്ങളുടെ ഫേസും നിങ്ങളുടെ നെക്കും എങ്ങനെയാണോ നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്ന കുറച്ചായിട്ടേ എടുക്കണുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ എടുക്കാം. അപ്പോൾ കുറച്ച് കടലമാവ് എടുക്കുക, അതിലേക്ക് കുറച്ച് കേർഡ് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആഡ് ചെയ്യുക. ആക്ച്വലി ഈ വൈറ്റമിൻ ഇ ഒക്കെ നിങ്ങളുടെ മുഖത്ത് എന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യണത് ഭയങ്കര നമ്മുടെ ഈ മാർക്സ് ഒക്കെ മാറ്റാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. സോ വൈറ്റമിൻ ഇ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുമല്ല, അതിടുക. അതിന് ശേഷം കുറച്ച് ഓയിൽ, അപ്പോൾ ആൽമണ്ട് ഓയിൽ ഉണ്ടെങ്കിൽ ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്തിരിക്കണ നമ്മുടെ എന്താ പറയുക, കടയിൽ നിന്ന് വാങ്ങിച്ച ഓയിലല്ല, അല്ലാത്ത എണ്ണയാണ് കേട്ടോ എടുത്തിരിക്കണേ. ആ എണ്ണ അതും ഇപ്പോൾ ഇതിനകത്ത് ഇത്തിരി ഡയലൂട്ടായും അല്ലാതെ നിങ്ങൾക്ക് കാണാം, കാരണം അതിപ്പോൾ ഭയങ്കര ക്ലൈമറ്റ് കാരണം കുറച്ച് ഫ്രോസൺ ആയിരിക്കുന്നുണ്ടാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് വേണ്ടത് കുറച്ചൊരു നുള്ള് മഞ്ഞൾ ആഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ഹണിയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ 6 ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടത്. മിക്സ് ചെയ്തിപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പേസ്റ്റ് പോലെ കിട്ടും. കുറച്ച് തിക്കും കുറച്ച് ഇത് ലൂസായിട്ടുള്ള ഒരു പേസ്റ്റ് പോലെ കിട്ടും. ഇത് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്താ വെച്ചാൽ അത് അങ്ങനെ വിടുകയല്ല. നോർമലി നമ്മൾ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ ഡ്രൈ ആകാൻ വിടും. ഇത് അങ്ങനെയല്ല, കുറച്ച് നേരം നിങ്ങൾക്ക് എവിടെയാണോ മാർക്ക് മാറാനായിട്ടും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ നന്നായിട്ട് മസാജ് ചെയ്യുക. ഫേസ് നന്നായിട്ട് സർക്കുലർ മോഷനിൽ നമ്മുടെ ഫോർഹെഡും നമ്മുടെ കവളും അവിടെ ഇവിടെയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്ത് കഴിഞ്ഞ് ഒരു 2 minutes അങ്ങനെ മസാജ് ചെയ്യുക. മസാജ് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം അതിനെ ഭയങ്കര ഡ്രൈ ആക്കാൻ വിടരുത്. ബിക്കോസ് നമ്മുടെ സ്കിൻ വലിയാൻ ചാൻസ് ഉണ്ട്. സോ ഒരു സെമി ഡ്രൈ പരുവാകുമ്പോഴത്തേക്ക് കുറച്ച് കൂളായിട്ടുള്ള നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തെടുക്കുക. വാഷ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു സോഫ്റ്റ്നെസ് പോലെ നിങ്ങൾക്ക് തോന്നും. ബട്ട് ഫസ്റ്റ് യൂസിൽ ഞാൻ എപ്പോഴും പറയണ പോലെ ഫസ്റ്റ് യൂസിൽ നമുക്ക് ഒന്നിനും റിസൾട്ട് കിട്ടുന്നതായിരിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ 10 days നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നല്ലൊരു ഷൈനിങ് നിങ്ങളുടെ ഫേസിന് കിട്ടുന്നതായിരിക്കും. നമ്മുടെ കൊറിയൻ ഗ്ലാസ് സ്കിന്നൊക്കെ പോലത്തെ അത്രയ്ക്ക് വന്നില്ലെങ്കിലും നല്ലൊരു ഷൈനിങ് നിങ്ങളുടെ മുഖത്തിന് വരുന്നതായിരിക്കും. സോ ഇത് നിങ്ങൾ വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം മറക്കാതെ ഒന്നെങ്കിൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അലോവേര നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അലോവേര ഫേസിൽ അപ്ലൈ ചെയ്യുക. സോ ഇങ്ങനെ നിങ്ങളൊരു 10 days ഇത് ഫോളോ ചെയ്യുവാണെങ്കിൽ, ഇപ്പം ഇന്നുണ്ടാക്കുന്ന പാക്ക് നിങ്ങൾക്ക് ഇന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെയും കൂടി യൂസ് ചെയ്യാം കേട്ടോ. അപ്പം അതായത് ഇന്ന് തന്നെ യൂസ് ചെയ്യണം അങ്ങനെയില്ല, 2 ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാം. അപ്പം ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 10 days നിങ്ങൾ കണ്ടിന്യൂസ് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും, ഞാൻ ഗ്യാരണ്ടി അതിന്. സോ ഞാൻ എപ്പോഴും ഇനി പറയാൻ പോകുന്നതല്ല, നമുക്ക് ഈ പാക്ക് ഒന്നും ചെയ്യാൻ അല്ലെങ്കിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്ത് മിക്സ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ 2 പൊടിക്കൈകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ കുറച്ച് കേർഡ് എടുത്ത് കേർഡിൽ ഇത്തിരി ഹണിയും കൂടെ ആഡ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 minutes അത് വെക്കുക. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഓവർനൈറ്റ് അപ്ലൈ ചെയ്ത് കിടന്നാലും കുഴപ്പമില്ല. സോ അല്ലെങ്കിൽ ഒരു 20 minutes വെച്ചതിന് ശേഷം അത് ഒരു ലൂക്ക്വാം വാട്ടറിൽ വാഷ് ചെയ്താലും ഇതും നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് കിട്ടുന്നതായിരിക്കും. കേർഡും ഹണിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു പാക്കാണ് ഇതേപോലെ 2 ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കുറച്ച് ഹണി എടുക്കുക, ഹണിയുടെ കൂടെ ഒരു അലോവേരയും കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇതെന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഡെഡ് സ്കിൻസിനെ നമ്മുടെ മാർക്സ് വരുന്നത്, പിമ്പിൾസ് വരുന്നതിനെയൊക്കെ മാറ്റാനായിട്ടും പിന്നെ ഈ ഹണി നല്ലൊരു ഗ്ലേസിങ്ങും മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഒക്കെ നമ്മുടെ ഫേസിന് തരാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇത് രണ്ടുമാണ്. നിങ്ങൾക്ക് ഈ പാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. പക്ഷേ ഈ പാക്ക് നിങ്ങൾ 10 days യൂസ് ചെയ്യുവാണെങ്കിൽ ഐ എം ഡാം ഷുവർ നിങ്ങൾക്ക് നല്ല അടിപൊളി ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ പാക്ക് ട്രൈ ചെയ്ത് നോക്കണം. സോ എനിക്ക് തോന്നുന്നത് ഭയങ്കര ഈസി ആയിരിക്കും. നമ്മുടെ ഈ പാക്കും ഞാൻ ഈ പറഞ്ഞ 2 ടിപ്സും കാര്യങ്ങളും ഒക്കെ വളരെ ഈസിയാണ്, നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ ലൈക്കുകളായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് വീഡിയോ ആവശ്യമുണ്ടെങ്കിലും അതൊക്കെ കമൻസിൽ വന്ന് മെൻഷൻ ചെയ്യുക. സോ അതിനൊക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെയുള്ള ആ കുട്ടി ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമ്മളിടുന്ന യൂസ്ഫുൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വരുന്നതായിരിക്കും. സോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ ഇറ്റ്സ് മീ നിമിഷ. ബൈ.